1.5 ഏക്കർ വരുന്ന തോട്ടത്തിലാണ് ഈ വ്യത്യസ്ത ഇനം പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. ചിങ്ങം 1-ാം തീയതി നല്ല വിളവെടുപ്പ് ആകുന്ന രീതിക്കാണ്. അതായത് പച്ചക്കറി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സമയം ചിങ്ങം പറക്കുമ്പോഴാണ്. അപ്പോൾ ആ സമയത്തോട്ട് വിളവെടുത്ത് ഓണം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴേ ഏറ്റവും പീക്കായിട്ടുള്ള വിളവെടുപ്പ് കഴിയുന്ന രീതിക്കാണ് ഈ തോട്ടം കംപ്ലീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. കീടനിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടും ഓണക്കാലം ആയതുകൊണ്ട് തന്നെ സൈഡ് പാട് എല്ലായിടത്തും ബന്ദിയും നട്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ട് വെറൈറ്റി മാറ്റാത്ത ഐറ്റം ദേ മുളകാണ്. എപ്പോൾ ചെയ്താലും സിറയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സമയത്തൊക്കെ പണി പാളാറുണ്ട്. ഇത്തവണ കൃത്യമായിട്ട് പാളിരിക്കണം. എല്ലാത്തിനും മൊസൈക്ക് കൊണ്ട് പിന്നെ മുരടിപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാറ്റി ചിന്തിക്കാൻ സമയമായി. 2026 ആഗസ്റ്റ് ആകുമ്പോഴേക്കും തണ്ണിമത്തൻ അടുത്ത വിളവെടുപ്പിന് പാകമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ മുട്ടിലും നന്നായിട്ട് ഈ മഴക്കാലത്തും കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അറ്റം വരെ 30 സെൻറ്റ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ഇരിക്കുന്നത്. കേരളത്തിലെ തണ്ണിമത്തൻ്റെ കൃഷി എല്ലാ സമയത്തും നടക്കേല എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ രീതിയിൽ തണ്ണിമത്തൻ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റിയിരിക്കുന്നത്. ഓഫ് സീസൺ സമയത്ത് അതായത് ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയൊക്കെ തണ്ണിമത്തന് 25 to 35 രൂപ ഇടക്ക് മിക്ക സമയത്തും വില കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ലാഭകരമായിട്ട് തണ്ണിമത്തന് കൃഷി ചെയ്യാനായിട്ട് പറ്റും. 50 സെൻറ്റിലെ വെണ്ടത്തോട്ടാണ്. ഇല വെട്ട് മുമ്പുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. എൻ്റെ ഏറ്റവും താഴെ മുതൽ നോക്കിയാൽ ഈ ഇല മുതലാണ് നമ്മളിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ പൂത്തിയ സ്റ്റേജാണ് കേട്ടോ. അത് ഇത് കണ്ട, അതായത് 45 ദിവസം പിന്നിട്ടിരിക്കുന്നത് വിത്ത് കുത്തി കൃഷിയായിട്ട്. അപ്പം ഇല കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള അവസ്ഥ ഇതാണ്. അത്രത്തോളം ഒതുക്കും. അതായത് 6-7 ഇലയോളം പൂത്തതിന് മുമ്പായിട്ട് കളഞ്ഞിരിക്കും. 6-7 ഇനം പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു തോട്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഇവിടുത്തെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ വെണ്ടയുടെ താഴത്തുള്ള ഇല കളയുക എന്നുള്ളതാണ്. അവിടെ ഒരു 4 പേര് അത് ചെയ്തിരിക്കുന്നത്. മുതല സ്റ്റാർട്ടിങ് സമയത്തെ വെണ്ട വേണ്ട അതെ ഈ ഒരു പരുവത്തിലുള്ള വെണ്ട. ആദ്യത്തെ വെണ്ടയൊക്കെ ഒരുപാട് വലുതാന്ന് നിൽക്കില്ല. ഈ ഒരു പരുവത്തിൽ ചെത്തി മാറ്റും. ഇത് കൊടുക്കാവേ ഒരു യൂണിഫോം എല്ലാ വെണ്ടിലും കായാകുന്നവരെ ചെറുപ്പത്തിൽ ചെത്തി മാറ്റും. കാരണം വെണ്ടയ്ക്ക് ഇച്ചിരി ഗ്രോത്ത് കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മഴക്കാലം ആയതുകൊണ്ടാണ് വേണ്ട ഇങ്ങനെ താഴത്തെ ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ 50 സെൻറ്റ് സ്ഥലത്ത് കുറ്റിപ്പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇടവിലായിട്ട് കുക്കുംബറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ വഴുതനയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വയലറ്റും പച്ചയും. അപ്പോൾ അതിൻ്റെ സൈഡ് പാടൊക്കെ ഒരേ കുക്കുംബറും പടത്തി വിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വെള്ളരിയും കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരം വ്യത്യസ്തമായ വെറൈറ്റികളാണ് ഈ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന രീതിയിൽ ഈ തോട്ടത്തിൽ മഴക്കാലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ടാണ് വരെ. ബൈ.